ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞത നിർഭരരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വച്ച് ഭക്ഷിച്ചു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം: ജനനവേള മുതൽ ഉത്ഥാനാന്തരവും ശാന്തിയും സമാധാനവും നൽകിയവനാണ് ഈശോ. എന്നിട്ടും ശിഷ്യർ അസ്വസ്ഥരാവുകയും ഭയപ്പെടുകയും ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ അഭാവമാണ് ഭയത്തിന് കാരണം. കൂടെ കൊണ്ടു നടന്നവൻ, സംഭവിക്കാൻ പോകുന്നതെല്ലാം മുൻകൂട്ടി പറഞ്ഞ് പഠിപ്പിച്ചവൻ, എന്നിട്ടും അവർക്ക് വിശ്വസിക്കാനായില്ല. ശിഷ്യത്വത്തിൻ്റെ പരാജിത മുഖമാണ് ഇവിടെ പ്രകടമാവുന്നത്. എത്ര വർഷം ഈശോയുടെ കൂടെ ദൈവഭവനത്തിൽ ഞാനും ജീവിച്ചു. അവിടുത്തെ വചനം കേട്ടു, തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ചു. എന്നിട്ടും ഭയം കൂടാതെ ജീവിതം നയിക്കുവാൻ, അസ്വസ്ഥതയും അസമാധാനവും കൂടാതെ ആനന്ദപൂർവ്വം ഏതു സാഹചര്യത്തിലും ജീവിതത്തെ വിശ്വാസപൂർവ്വം മുന്നോട്ട് നയിക്കാൻ ആവുന്നുണ്ടോ? ഭയമുള്ളിടത്ത് വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തിടത്ത് സമാധാനവും സ്വസ്ഥതയും ഇല്ല. എൻ്റെ കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി.